പീരുമേട് നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി രതീഷ് വരകുമല പീരുമേട് മേഖലയിൽ പര്യടനം നടത്തി. കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോസ് പുളിക്കൽ പിതാവിനെ രൂപതാ സ്ഥാനത്തെത്തി കണ്ട അനുഗ്രഹവും പിന്തുണയും തേടിയ ശേഷമാണ് പര്യടനം ആരംഭിച്ചത്. NDA സ്ഥാനാർത്ഥി രതീഷ് വരകുമല കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോസ് പുളിക്കൽ പിതാവിനെ രൂപതാ ആസ്ഥാനത്തെത്തിക്കണ്ട് അനുഗ്രഹവും പിന്തുണയും തേടിയ ശേഷമാണ് ഇന്നലെ പര്യടനം ആരംഭിച്ചത്. ജില്ലയിലെ നിരവധിയായ ഭൂപ്രശ്നങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. ശാശ്വതമായ പരിഹാരം കുടിയേറ്റ ജനതയുടെ കാലങ്ങളായ ആവശ്യമാണെന്നും അത് പരിഹരിക്കുന്നവരിൽ ജനം വിശ്വാസം അർപ്പിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വനസംരക്ഷണ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കാനുള്ള തുടർ നടപടികൾക്ക് മുൻകൈയെടുക്കുമെന്ന് സ്ഥാനാർത്ഥി രതീഷ് വരകുമല അദ്ദേഹത്തിന് ഉറപ്പു നൽകി. തുടർന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പീരുമേട് നിയോജകമണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി എന്റെ സുഹൃത്തും യുവ സാരഥിയുമായിട്ടുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ശ്രീ രതീഷ് വരകുമലയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നരേന്ദ്രമോദിയുടെ ആ വികസന പ്രവർത്തനം നടപ്പിലാക്കുന്നതിന് വേണ്ടി, കേരളത്തിലും മാറ്റം വരുത്തുന്നതിന് വേണ്ടി, വികസിത കേരളത്തിന് വേണ്ടി, വികസിത പീരുമേടിന് വേണ്ടി അദ്ദേഹത്തെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. NDA സ്ഥാനാർത്ഥി രതീഷ് വരകുമല കൊക്കയാർ, പീരുമേട്, പെരുവന്താനം പഞ്ചായത്തുകളിൽ വോട്ടർമാരെ കാണുകയും തുടർന്ന് ഏലപ്പാറ ടൗണിൽ പ്രവർത്തക കൺവെൻഷനിൽ പങ്കെടുക്കുകയും ചെയ്തു. തുടർന്ന് ഏലപ്പാറ ടൗണിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. BJP ജില്ലാ നേതാക്കളായ C സന്തോഷ് കുമാർ, സന്തോഷ് കൃഷ്ണൻ, AV മുരളീധരൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ.